അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സീറത്തുൻ നബവിയ്യ, ആ ഒരു വിഷയത്തിൻ്റെ തുടർച്ച എന്നോണം 55-ാമത്തെ ഒരു ഭാഗത്ത്, കഴിഞ്ഞ ഭാഗത്തുടനീളം നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഹിജറയ്ക്ക് ശേഷം മദീനയിൽ ശക്തമായിട്ടൊരു ഇസ്ലാമിക സമൂഹം രൂപപ്പെട്ടതിന് ശേഷം അവിടെ ഉണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, അതിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചു. ഒന്നാമതായിട്ട് ആത്മീയ രംഗത്ത് സംഭവിച്ച മാറ്റങ്ങൾ, രണ്ടാമതായിട്ട് സാമ്പത്തിക രംഗത്തുണ്ടായ മാറ്റങ്ങൾ, സാമ്പത്തിക രംഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയ നിരവധി പരിഷ്കരണങ്ങൾ. ഈ രണ്ടും കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ വിശദമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. ഇനി അതിൽ വിശദീകരിക്കാൻ അവശേഷിക്കുന്നത് മൂന്നാമതായിട്ട് കടന്നു വരുന്ന രാഷ്ട്രീയ അല്ലെങ്കിൽ സൈനിക രംഗത്തുണ്ടായ പുതിയ ചുവടുവെപ്പുകൾ, പൊളിറ്റിക്കൽ അതേപോലെ തന്നെ മിലിറ്ററി രംഗത്തുള്ള പുതിയ മുന്നേറ്റങ്ങൾ. ആ മൂന്നാമത്തെ ഭാഗം, അതാണ് ഈ ഒരു ഭാഗത്തുടനീളം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കയെ സംബന്ധിച്ചിടത്തോളം മക്കയിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരുന്നു. അവിടെ ശക്തമായിട്ടുള്ള ക്രൂരതകളും മർദ്ദനങ്ങളും അതേപോലെ തന്നെ ബഹിഷ്കരണങ്ങളെല്ലാം മുസ്ലിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ആ സന്ദർഭത്തിലുടനീളം തിരിച്ചടിക്കാനുള്ള അനുമതി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്നില്ല. ക്ഷമയും സഹനവും ആയുധമാക്കിക്കൊണ്ടാണ് മക്കീ കാലഘട്ടത്തുടനീളം മുസ്ലിങ്ങൾ അവിടെ ജീവിച്ചത്. ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ മുസ്ലിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. നമുക്കറിയാം, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു എല്ലാം സഹിക്കേണ്ടി വന്ന ത്യാഗങ്ങൾ മക്കീ കാലഘട്ടത്തിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു. അതേപോലെ തന്നെ ക്രൂരതകൾ അല്ലെങ്കിൽ ആ പീഡനങ്ങൾ അസഹ്യമായ സന്ദർഭത്തിൽ ഒരു വിഭാഗം ആളുകൾ അബിസീനിയയിലേക്ക് അവർ പലായനം ചെയ്യുന്നുണ്ട്. പല ആളുകളെയും അവർ വധിച്ചു. യാസർ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ സുമയ്യ റളിയല്ലാഹു അൻഹ, അവരെയെല്ലാം വധിച്ചു. ആ ഒരു സന്ദർഭത്തിലും ആ ഒരു കാലഘട്ടത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ക്ഷമ മുറുകെ പിടിക്കാൻ, ഫസ്ബിർ ഫസബ്റുൻ ജമീൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമ മുറുകെ പിടിക്കാനും, അതേപോലെ തന്നെ വഅരിദ് അനിൽ മുശ്രിക്കീൻ, ബഹുദൈവാരാധകരിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു കളയുക, അല്ലെങ്കിൽ ഇന്നാ കഫൈനാക്കൽ മുസ്തഅ്സിഹീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഭരമേൽപ്പിച്ച് ക്ഷമ മുറുകെ പിടിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാസിർ കുടുംബത്തോടും സബ്റൻ ആല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാസിർ കുടുംബത്തോട് നിങ്ങൾ ക്ഷമിക്കുക, പകരം നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തതെല്ലാം കാണാൻ സാധിക്കും. ഇപ്പോൾ തിരിച്ചടിക്കാനുള്ള അനുമതി ആ ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, അവിടെ ഒന്നാമതായിട്ട് മുസ്ലിങ്ങൾ അവിടെ ന്യൂനപക്ഷമാണ്. ഓൾറെഡി ഖുറൈശികളായിട്ടുള്ള ശത്രുക്കളായിട്ടുള്ള ഖുറൈശികൾ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചാരണം, മുസ്ലിങ്ങൾ ഈ നാടിന് ആപത്താണ്, നമ്മുടെ ഈ നാടിൻ്റെ പാരമ്പര്യം, നമ്മുടെ പൂർവ്വപിതാക്കളുടെ ആ പാത തള്ളിക്കളയുന്നവരാണിവർ, അതേ രൂപത്തിലുള്ള നിരവധി ദുരാരോപണങ്ങളാണ് ഖുറൈശികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എങ്ങാനും മുസ്ലിങ്ങളിൽ ആരെങ്കിലും തിരിച്ചടിക്കാൻ മുതിരാണെങ്കിൽ പിന്നീട് അത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ആയുധമാക്കിക്കൊണ്ട് ഖുറൈശികളുടെ പ്രചാരണങ്ങളും അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള സമീപനങ്ങളെല്ലാം അവരൊന്നുകൂടെ ശക്തമാകും. അത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുക. അതായത് ഏതെങ്കിലും ഒരാൾ പ്രവർത്തിക്കുന്ന അവിവേകം കാരണം അവിടെയുള്ള ഭൂരിപക്ഷ ആളുകളും അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള സുബ്ഹാനല്ലാഹ്, സമകാലിക ലോകത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേ രൂപത്തിലുള്ള പ്രവണതയാണ്. ലോകത്തെ ഏതെങ്കിലും മുസ്ലിം നാമധാരിയായിട്ടുള്ള, ഇസ്ലാം അറിയാത്ത അവിവേകിയായിട്ടുള്ള ഏതെങ്കിലും ഒരാൾ, അയാൾ പ്രവർത്തിക്കുന്ന അയാളുടെ പ്രവർത്തനങ്ങൾക്ക് അത് മുസ്ലിം ലോകം മുഴുവൻ അതിനെ വിമർശിച്ചാലും ആ ഒരു പ്രവൃത്തി വെച്ച് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും പ്രതിക്കൂട്ടിൽ അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ഒന്നടങ്കം പഴിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവണതയാണ് മീഡിയ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ രൂപത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചടിക്കാനുള്ള അനുമതി ആ ഒരു സന്ദർഭത്തിൽ നൽകിയിരുന്നില്ല എന്ന് പല ആളുകളും സന്നദ്ധരായിട്ട് വന്നു. ചിന്തിച്ചു നോക്കുക, അവിടെ ധീരരായിട്ടുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയും ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളെല്ലാം അവിടെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൽപ്പന നൽകിയിരുന്നെങ്കിൽ അവരെല്ലാം അതിന് എന്നോ റെഡിയായിരുന്നു. അതുമാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു കാലഘട്ടത്തിലുടനീളം അവസാന കാലഘട്ടം വരെ, അതായത് മക്കീ കാലഘട്ടത്തിൻ്റെ അവസാനം വരെ അതേ രൂപത്തിൽ ക്ഷമ ആയുധമാക്കിക്കൊണ്ടാണ് അവർ മുന്നേറിയത്. ഓർക്കുന്നുണ്ടാകും, രണ്ടാം അഖബ ഉടമ്പടി 38-ാമത്തെ ഭാഗത്ത് നമ്മൾ വിശദീകരിച്ചിരുന്നു. ആ രണ്ടാം അഖബ ഉടമ്പടി, ആ അഖബ താഴ്വരയിൽ വെച്ച് മദീനയിൽ വന്ന ഒരു സംഘം 70ഓളം വരുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂരാകൂരിട്ട് റസൂലുള്ളാഹിൻ്റെ കയ്യിൽ പ്രതിജ്ഞ നൽകിയതിന് ശേഷം ആ താഴ്വരയിൽ വെച്ചുകൊണ്ട് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടോ, പ്രവാചകരെ, അതായത് ഖുറൈശികൾക്കെതിരെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മിന്നലാക്രമണം നടത്താൻ വേണ്ടി അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതി ചോദിച്ച സന്ദർഭത്തിലും റസൂലുള്ളാഹി അവരോട് പറഞ്ഞത് ഇന്നാലം നുമർ ബിഹാദ, എനിക്കതിനുള്ള അനുമതിയില്ല, അല്ലെങ്കിൽ അതായത് ആ രൂപത്തിൽ പ്രവർത്തിക്കാനുള്ള
പെർമിഷൻ എനിക്കില്ല എന്ന് റസൂലുള്ള പറഞ്ഞു. ഇർഫല്ലു ഇലാ റിഹാലിക്കും, നിങ്ങളുടെ ടെൻറ്റിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോവുക. ആ രൂപത്തിൽ പ്രവർത്തിക്കാനുള്ള അനുമതി എനിക്ക് ലഭിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയും ആ ഒരു സന്ദർഭത്തിലുടനീളം മുസ്ലിങ്ങളെ ഉപദേശിച്ചത് സൂറത്തുൻ നിസാഇൻ്റെ 77-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അലം തറ ഇലല്ലദീന ഖീല ലഹും കുഫു ഐദിയക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യുദ്ധത്തിനോ ആക്രമണത്തിനോ ഒന്നും പോകാതെ നിങ്ങളുടെ കൈകൾ, കുഫു ഐദിയക്കും, നിങ്ങളുടെ കൈകൾ നിങ്ങൾ അടക്കി വെക്കുക, നിങ്ങളുടെ കൈകൾ നിങ്ങൾ അടക്കി വെക്കുക. വാഖീമു സ്വലാത്ത് വ ആതു സക്കാത്ത്, നിങ്ങൾ നമസ്കാരവും അതേപോലെ തന്നെ ദാനധർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് അവിടെ ഇരിക്കുക. നിങ്ങൾ ആ രൂപത്തിലുള്ള പ്രവണത അള്ളാഹു സുബ്ഹാനഹു വ തആലയും അവരുടെ കൈകൾ അടക്കി വെക്കാനാണ് ആ ഒരു സന്ദർഭത്തിലുടനീളം മുസ്ലിങ്ങളെ ഉപദേശിച്ചത്. ആ ഒരു 10-13 വർഷം എല്ലാം സഹിച്ച്, എല്ലാ പീഡനങ്ങളും മർദ്ദനങ്ങളും ബഹിഷ്കരണങ്ങളെല്ലാം സഹിച്ച് മുസ്ലിങ്ങൾ അവിടെ ജീവിച്ച് അവസാനം സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടി അവർ ഉള്ളതെല്ലാം ഉപേക്ഷിച്ച് ആ മക്കയിൽ നിന്നും പുതിയൊരു ഇടം തേടി അവർ മദീനയിലേക്ക് എത്തുകയാണ്. ആ മദീനയിൽ എത്തിയ സന്ദർഭത്തിലും ഖുറൈശികൾ അവരുടെ ഉപദ്രവം നിർത്തുന്നില്ല. ചിന്തിച്ചു നോക്ക്, അതായത് 13 വർഷത്തെ പീഡനങ്ങൾ, കൊള്ളയും കൊലയും അതേപോലെ തന്നെ ബഹിഷ്കരണങ്ങളും ഇതെല്ലാം ചെയ്തിട്ടും ഖുറൈശികൾ അവസാനിപ്പിച്ചിട്ടില്ല. മദീനയിൽ എത്തിയ സന്ദർഭത്തിലും അവർ മുസ്ലിങ്ങളെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട് വിട്ടുപോയാലും മറ്റെവിടെയെങ്കിലും പോയി വലിയൊരു ശക്തിയായി വളർന്ന ആളുകളെല്ലാം കൂട്ടി തങ്ങളോട് പകരം ചോദിക്കാൻ വരുമോ എന്നുള്ള ഭയം അത് ഖുറൈശികളെ നേരത്തെ തന്നെ വേട്ടയാടുന്നുണ്ടായിരുന്നു. അതിന് ഏറ്റവും നല്ല തെളിവാണ് ഹിജ്റയുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി ഹിജ്റ യാത്ര പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഖുറൈശി പ്രമാണിമാർ ഒന്നടങ്കം ഒരു അർദ്ധരാത്രി ഒരു അടിയന്തര മീറ്റിംഗ് ധാരണതയിൽ വിളിച്ചു ചേർക്കുന്നുണ്ട്. സീറയുടെ 41-ാമത്തെ ഭാഗത്ത് വിശദമായിട്ട് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ആ പിശാച് ലഅനഹുല്ലാഹ് എല്ലാം വേഷപ്രച്ഛന്നനായിട്ട് പങ്കെടുത്ത ആ ഒരു യോഗം, അതിൽ ഖുറൈശി പ്രമാണി അവരുടെ പ്രധാനപ്പെട്ട വിഷയം മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ എങ്ങനെ പ്രതിരോധിക്കും, അതായിരുന്നു മീറ്റിങ്ങിലെ ചർച്ചാ വിഷയം. അതിൽ നിരവധി ഖുറൈശി പ്രമാണിമാർ അവരുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച സന്ദർഭത്തിൽ രണ്ടാമതായിട്ട് സദസ്സിൽ നിന്നും അബുൽ അസ്വദ് എന്നറിയപ്പെടുന്ന ഖുറൈശി പ്രമാണി എഴുന്നേറ്റ് നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ദൂരെ എങ്ങോട്ടെങ്കിലും നാട് കടത്താം, അതോടുകൂടി ആ തലവേദന അവസാനിക്കും. അദ്ദേഹം ആ ഒരു നിർദ്ദേശം പറഞ്ഞ സന്ദർഭത്തിൽ സദസ്സിലുള്ള പ്രമാണിമാർ ആ നിർദ്ദേശത്തോട് പ്രതികരിച്ച് അവർ പറഞ്ഞു, അത് നല്ലൊരു തീരുമാനമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് ശക്തമായിട്ടുള്ളൊരു ആദർശമാണ്. ആ ആദർശത്തിന് എവിടെ പോയാലും പെട്ടെന്ന് വേരോട്ടം ലഭിക്കും. ആളുകളെല്ലാം അതിലേക്ക് ആകർഷകരായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു ശക്തിയായി വളർന്നൊരു പക്ഷേ നമ്മളോട് പകരം ചോദിക്കാൻ വന്നേക്കാം. ആ ഒരു ഭയം, അവർ സംസാരം വളരെ കൃത്യമായിട്ട് ഖുറൈശികളുടെ ആ ഭയം തുറന്നു കാണിക്കുന്നുണ്ട്. കാരണം അതിനു മാത്രം അവർ ചെയ്തു കൂട്ടിയിരുന്നു. ആ 13-14 വർഷക്കാലം അത്രയേറെ പീഡനങ്ങളാണ് അവർ മുസ്ലിങ്ങൾക്ക് നൽകിയത്. അതേ ഭയം തന്നെയാണ് വീണ്ടും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അബസീനിയൻ പലായനം, ആദ്യത്തെ അബസീനിയയിലേക്ക് മുസ്ലിം സംഘം പലായനം ചെയ്ത സന്ദർഭത്തിലും ഖുറൈശികൾ വിടാതെ പിന്തുടർന്ന് അംർ ബിൻ ആസിൻ്റെ നേതൃത്വത്തിലൊരു സംഘത്തെ അബസീനിയയിലേക്ക് അയക്കുന്നുണ്ട്, അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. അദ്ദേഹം അംർ ബിൻ ആസും സംഘവും അവിടെ പോയി നജാശിയുമായിട്ട് നടത്തിയ സംസാരങ്ങളും ശ്രമങ്ങളും അവസാനം അതെല്ലാം പരാജയപ്പെട്ട് അവർ തിരിച്ചു വന്ന ആ ഒരു ചരിത്രമെല്ലാം നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ സമാനമായിട്ട് ഈ ഒരു സന്ദർഭത്തിലും മദീനയിലേക്ക് മുസ്ലിങ്ങൾ ഹിജറ ചെയ്തെത്തിയ സന്ദർഭത്തിലും ഖുറൈശികൾ അവരെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങൾ ഹിജറ ചെയ്തെത്തിയ മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടിക്കണം, അല്ലെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാം, അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് അവർ നടത്തിയ ശ്രമം മദീനയിലെ മുനാഫിക്കുകളുടെ നേതാവായിരുന്ന അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂൽ ലഅനഹുല്ലാഹ് അദ്ദേഹം വഴിയൊരു ശ്രമം ഖുറൈശികൾ നടത്തുകയാണ്. അബ്ദുല്ലാഹി ബിൻ ഉബയ്യിനെ സംബന്ധിച്ച് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അദ്ദേഹം ഖസ്റജ് ഗോത്രക്കാരനാണ്. മദീനയിൽ റസൂലുള്ളാഹി നേരത്തെ നടന്ന ആ ബുആസ് യുദ്ധം കാരണം അവരുടെ പ്രധാനപ്പെട്ട പ്രമാണിമാരെല്ലാം ബുആസ് യുദ്ധത്തിൽ മരണപ്പെട്ടു. പിന്നീട് മദീനയിലുള്ള ഇതര ഗോത്രക്കാരെല്ലാം അവരുടെ ഒരു നേതാവായിട്ട് അവർ തിരഞ്ഞെടുക്കാനിരുന്ന വ്യക്തിയാണ് അബ്ദുല്ലാഹി ബിൻ ഉബയ്യ്. അദ്ദേഹം ആ മദീനയുടെ ഒരു രാജാവായിട്ട് അവർ തിരഞ്ഞെടുക്കാനിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത് മദീനയിൽ എത്തിയത്. അപ്പോൾ റസൂലുള്ളാഹി എത്തിയതോടുകൂടെ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ നേതാവാക്കി വെച്ചു. അതോടുകൂടെ അബ്ദുല്ലാഹി ബിൻ ഉബയ്യിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങേയറ്റം ദേഷ്യം അദ്ദേഹത്തിന് അകത്തുണ്ടായിരുന്നു. പക്ഷെ അത് പുറത്ത് കാണിക്കാൻ യാതൊരു നിർവാഹമില്ല. അപ്പോൾ അകത്ത് ആ ദേഷ്യം സൂക്ഷിച്ച് പുറത്തേക്ക് ഒരു അനുഭാവിയായിട്ട് ഭാവിച്ച് അദ്ദേഹം അകത്ത് ശത്രുത വെച്ചുകൊണ്ട് മുനാഫിക്കായിട്ട്, അല്ലെങ്കിൽ മുനാഫിക്കളുടെ നേതാവായിട്ട് അദ്ദേഹം മദീനയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയ ഖുറൈശികൾ അദ്ദേഹത്തിനും അനുയായികൾക്ക് ഒരു കത്തെഴുതാണ്. ആ കത്ത് സ്വഹിയായിട്ടുള്ള ഉദ്ധരണി അബൂദാവൂദിൽ ഉദ്ധരിച്ചതായിട്ട് കാണാൻ സാധിക്കും. അവരെഴുതിയത്, ഇന്നക്കും ആബൈത്തും സ്വാഹിബന, ഞങ്ങളുടെ ആൾക്ക് നിങ്ങൾ അവിടെ അഭയം നൽകിയിരിക്കുകയാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾക്കും നിങ്ങളുടെ നാട്ടിൽ അഭയം നൽകിയിരിക്കുകയാണ്. ശേഷം ഇന്നാ നുഖ്സിം ബില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആണയിട്ട് ഞങ്ങൾ പറയാണ്,
തുഖാത്തിലുന്നഹു ഔ തുഖ്രിജന്നഹു, ഒന്നുകിൽ നിങ്ങൾ അയാളോട് യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ അയാൾ അവിടെ നിന്ന് പുറത്താക്കണം. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ അതിന് സന്നദ്ധരല്ലെങ്കിൽ, ശേഷം ഖുറൈശികൾ ഭീഷണിപ്പെടുത്താണ്. ശേഷം പറഞ്ഞു, നിങ്ങളതിൽ രണ്ടിലേതെങ്കിലും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഖുറൈശികൾ ഒന്നടങ്കം മദീനയിലേക്ക് വരും. ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ നഖ്തുല മഖാത്തിലക്കും, നിങ്ങളുടെ മുഴുവൻ യോദ്ധാക്കളെയും ഞങ്ങൾ കൊന്നൊടുക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ സ്ത്രീകളെ മുഴുവൻ അധീനപ്പെടുത്തും. ആ രൂപത്തിലുള്ള ഒരു ഭീഷണി സ്വരത്തിലാണ് അവർ കത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പം ആ കത്ത് കിട്ടിയ ഉടനെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് അദ്ദേഹത്തിന് അത് നല്ലൊരു അവസരമായിട്ട് തോന്നുകയാണ്. കാരണം ഓൾറെഡി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അകത്ത് ശത്രുത വെച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ ജീവിക്കുന്നത്. അപ്പം അദ്ദേഹം കത്ത് കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹം രഹസ്യമായിട്ട് അവിടെയുള്ള മുനാഫിക്കുകളെയും അതേപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളെ എല്ലാം കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ സംഘടിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തുകയാണ്. അപ്പം അദ്ദേഹം നടത്തുന്ന ശ്രമം വഹി മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ അറിഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി അത് അറിഞ്ഞ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മുഴുവൻ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, ഖുറൈശികളുടെ ഭീഷണി കാരണമാണ് നിങ്ങൾ ഇതിനെല്ലാം ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഖുറൈശികൾ ചെയ്യാൻ പോകുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ചെയ്യുമെന്ന് നിങ്ങളെ ഭയപ്പെടുത്തിയതിനേക്കാൾ വലിയ നാശമാണ്, അതിനേക്കാൾ വലിയ നാശത്തിലേക്കാണ് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത്. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ ആരുമായിട്ടാണ് യുദ്ധത്തിന് ഇറങ്ങുന്നത്? അപ്പുറത്തുള്ളത് ഖസ്റജ് ഗോത്രത്തിൽ, അതായത് അൻസാറുകൾ എന്നുള്ളത് അതേ ഗോത്രക്കാരാണ്. അപ്പം നിങ്ങളുടെ സ്വന്തം മക്കളോടും സഹോദരങ്ങളോടെല്ലാം നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടാണോ? അപ്പുറത്തുള്ള ഏതോ ദൂരെ അകലെയുള്ള ഖുറൈശികളുടെ വാക്കും കേട്ട് നിങ്ങൾ അവർക്കെതിരെ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടാണോ? ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിൻ്റെ ആ സംസാരവും മറ്റും കാരണം അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യിൻ്റെ കൂടിയ പല ആളുകളും പിന്തിരിഞ്ഞു പോവാണ്. അതോടുകൂടെ ആ ഒരു ശ്രമം പാഴാവാണ്. പക്ഷേ ആ സന്ദർഭത്തിലും അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് അടുത്ത അവസരവും കാത്തവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഖുറൈശികളുടെ ആ ഒരു ശ്രമം അവിടെ പരാജയപ്പെടുകയാണ്, അവിടെ അവസാനിക്കുന്നില്ല. അതേ സമയത്തിനുണ്ടായ മറ്റൊരു സംഭവം സ്വഹീൽ ബുഖാരിയിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഞാനിത് ഓരോന്നായിട്ട് പറയാനുള്ള കാരണം ഈ സംഭവങ്ങളുടെ എല്ലാം വളരെ കൃത്യമായിട്ട് ഹിജ്റയ്ക്ക് ശേഷം ഖുറൈശികൾ മുസ്ലിങ്ങളോട് സ്വീകരിച്ചു പോകുന്ന ആ സമീപനം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സന്ദർഭത്തിലും ഖുറൈശികൾ മുസ്ലിങ്ങളെ വിടാതെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഹിജ്റയ്ക്ക് ശേഷം മദീനയിലെ അൻസാറുകളിൽപ്പെട്ട പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, ഔസ് ഗോത്രത്തിൻ്റെ തലവനാണ്. അദ്ദേഹം ഒരിക്കലും മക്കയിലേക്ക് പുറപ്പെടാണ്. എന്തോ കച്ചവട ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. മക്കയിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് പാർട്ട്ണർ ഉമയ്യ ഇബ്നു ഖലഫാണ്. അവർ നേരത്തെ തന്നെ വലിയ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഉമയ്യ ഇബ്നു ഖലഫ് അദ്ദേഹം കച്ചവടത്തിന് വേണ്ടി ശാമിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ പല സമയത്തും മദീനയിലെത്തിയാൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലാണ് അദ്ദേഹം താമസിക്കാറുള്ളത്. നേരെ തിരിച്ചും സഅദ് റളിയല്ലാഹു അൻഹു മക്കയിൽ പോകുന്ന സന്ദർഭത്തിൽ ഉമയ്യ ഇബ്നു ഖലഫിൻ്റെ വീട്ടിലാണ് താമസിക്കാറുള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മക്കയിലെത്തിയ ഉടനെ തന്നെ അദ്ദേഹം ത്വാഫിന് വേണ്ടി കഅബ ത്വാഫ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടാനിരിക്കുന്ന സന്ദർഭത്തിൽ ഉമയ്യ ഇബ്നു ഖലഫ് അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ ഒരു സമയത്ത് നിങ്ങൾ പോകണ്ട, ഇപ്പോൾ നിങ്ങൾ പോകണ്ട, അവിടെ നിരവധി ആളുകളുണ്ട്. ആളുകളെല്ലാം പോയതിന് ശേഷം ഉച്ചയാകുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് പോയി സുരക്ഷിതമായിട്ട് ത്വാഫ് നിർവഹിക്കാം. ആ രൂപത്തിൽ പറഞ്ഞ് ഉമയ്യ ഇബ്നു ഖലഫ് സഅദ് റളിയല്ലാഹു അൻഹുവിനെ തടയാണ്. എന്തുകൊണ്ടാണ് തടഞ്ഞതെന്ന് ഒരല്പം കഴിയുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഒരല്പസമയം അവർ കാത്തിരുന്ന് നേരെ നട്ടുച്ചയായ സന്ദർഭത്തിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവും കൂടെ ഉമയ്യ ഇബ്നു ഖലഫും രണ്ടാളും ത്വാഫിന് വേണ്ടി ഇറങ്ങാൻ. അവർ ആ ഉച്ച സമയത്ത് അവിടെ ത്വാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരാൾ അങ്ങോട്ട് കയറി വരാൻ. അത് മറ്റാരും ആയിരുന്നില്ല, അബൂജഹൽ അബുൽ ഹക്കം ലഅനഹുല്ലാഹ് പെട്ടെന്ന് അങ്ങോട്ട് കയറി വരാൻ. അപ്പോൾ അബൂജഹൽ വന്ന് ഉടനെ തന്നെ ഉമയ്യ ഇബ്നു ഖലഫിനോട് അദ്ദേഹം ചോദിച്ചു, മൻഹാദ്, ആരാണ് നിൻ്റെ കൂടെ? ആ സന്ദർഭത്തിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മറുപടി പറഞ്ഞു, അന സഅദ് ഇബ്നു മുആദ്. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു. ഉടനെ തന്നെ അബൂജഹലിന് ആളെ മനസ്സിലായി. അബൂജഹൽ ഉടനെ തന്നെ ചോദിച്ച ചോദ്യം, ആ ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അബൂജഹൽ അങ്ങേയറ്റം ദേഷ്യത്തോടു കൂടി ചോദിച്ചു, തതൂഫു ബിൽ കഅബത്തി ആമിനൻ വഖദ് ആവൈതും മുഹമ്മദൻ വ അസ്ഹാബഹു. നിങ്ങൾ മുഹമ്മദിനും കൂട്ടർക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നാട്ടിൽ അഭയം നൽകിയതിന് ശേഷം ഇവിടെ യാതൊരു ഭയവും കൂടാതെ ഇങ്ങനെ വന്ന് ത്വാഫ് ചെയ്ത നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? അതായത് നിങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ നാട്ടിൽ നിന്നും പോയ മുഹമ്മദിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾക്കെല്ലാം അഭയം നൽകിയതിന് ശേഷം യാതൊരു ഭയവും കൂടാതെ സധൈര്യം ഈ രൂപത്തിൽ ഇവിടെ വന്ന് ത്വാഫ് ചെയ്യുമോ? അതാണ് അബൂജഹലിൻ്റെ ചോദ്യം. ഉടനെ തന്നെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അതിന് മറുപടി നൽകി. രണ്ടാളുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത്യുച്ചത്തിൽ സംസാരമായി. അപ്പോൾ സംസാരത്തിൻ്റെ ആ ശബ്ദം, സംസാരത്തിൻ്റെ ടോണ് ഉയർന്ന സന്ദർഭത്തിൽ പിറകിൽ നിന്ന് ഉമയ്യ ഇബ്നു ഖലഫ് സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, ലാ തർഫഅ സൗതക അലാ അബുൽ ഹക്കം. ഓ സഅദ്, നീ അബുൽ ഹക്കമിനോട് ഈ രൂപത്തിൽ ശബ്ദം ഉയർത്തി സംസാരിക്കല്ലേ. ഫഇന്നഹു സയ്യിദു അഹ്ലിൽ വാദി. ഈ താഴ്വരയിൽ, അതായത് ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയാണ് അദ്ദേഹം,
അദ്ദേഹത്തോട് ഈ രൂപത്തിലൊന്നും സംസാരിക്കല്ലേ, ശബ്ദം ഉയർത്തല്ലേ എന്നെല്ലാം ഉമയ്യ ബിൻ ഖലഫ് പിറകിൽ നിന്നും സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉപദേശങ്ങളൊന്നും കേൾക്കാതെ സഅദ് റളിയല്ലാഹു അൻഹു അബൂജഹലിനോട് അങ്ങോട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു അബൂജഹലിനോട് പറഞ്ഞു, നിങ്ങളെങ്ങാനും എൻ്റെ ത്വവാഫ് തടയുകയാണെങ്കിൽ നിങ്ങളുടെ ശ്യാമിലേക്കുള്ള കച്ചവട ആ വ്യാപാര സംഘം, അതായത് അവിടെ കച്ചവട കാരവൻ, അത് മദീന വഴിയാണ് ശ്യാമിലേക്ക് പോകാറുള്ളത്. ഖുറൈശികളുടെ ഉപജീവന മാർഗം റിഹലത്ത് ശിത്വാഇ വസ്സൈഫ്, അതാണ് അവരുടെ ഓക്സിജൻ. ആ കാരവൻ റൂട്ട് മദീന വഴിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ ത്വവാഫെങ്ങാനും നിങ്ങൾ തടയുകയാണെങ്കിൽ നിങ്ങളുടെ കച്ചവട സംഘം ഇനി മേലിൽ മദീന വഴി കടന്നു പോകില്ല, ഞാനത് അവിടെ വെച്ചുകൊണ്ട് തടയും. അപ്പോൾ ആ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സംസാരം തുടരുന്ന ആ സന്ദർഭത്തിലുടനീളം ഉമയ്യ ബിൻ ഖലഫ് പിറകിൽ നിന്നും സഅദ് റളിയല്ലാഹു അൻഹുവിനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം സഅദ് റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം ദേഷ്യപ്പെട്ട് ഉമയ്യയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഫഇന്നി സമിഅതു മുഹമ്മദൻ യസ്അമു അന്നഹു ഖാതിലു. ഓ ഉമയ്യ, താങ്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കുമെന്ന് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കേട്ട ഉടനെ ഉമയ്യ ബിൻ ഖലഫ് അത്യധികം ഞെട്ടലോടുകൂടെ ചോദിച്ചു, എന്നെ വധിക്കുമെന്നോ? സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, നിങ്ങളെ വധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിന്നീടുള്ള സംസാരം സഅദ് റളിയല്ലാഹു അൻഹു ഉമയ്യ ബിൻ ഖലഫുമായിട്ട് മാറാണ്. അബൂജഹൽ ആ സ്ഥലത്ത് നിന്ന് പോയി കാണണം. അപ്പോൾ ഉമയ്യ ബിൻ ഖലഫ് കേട്ടതോടുകൂടെ അങ്ങേയറ്റം വിഷമത്തിലായി. ഉമയ്യ ബിൻ ഖലഫ് പറഞ്ഞു, വല്ലാഹി മാ യക്ദിബു മുഹമ്മദുൻ ഇദാ ഹദ്ദസ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം അദ്ദേഹം ഒരിക്കലും കള്ളം പറയാറില്ല. സുബ്ഹാനല്ലാഹ്, ശത്രുവിൻ്റെ വായിൽ നിന്നും വരുന്ന സാക്ഷിയാണ്. ആ രൂപത്തിൽ സംസാരിച്ച് പിന്നീട് സഅദ് റളിയല്ലാഹു അൻഹു മദീനയിലേക്കും ഉമയ്യ ബിൻ ഖലഫ് വീട്ടിലേക്കും തിരിച്ചു നടക്കുകയാണ്. ആ വീട്ടിലേക്കുള്ള ആ നടത്തത്തിലുടനീളം ഉമയ്യ ബിൻ ഖലഫ് ആ വാക്കുകളെ സംബന്ധിച്ചായിരിക്കണം ചിന്തിച്ചിട്ടുണ്ടാവുക. അങ്ങേയറ്റം വിഷമത്തിലായി. വീട്ടിലെത്തിയ ഉടനെ തന്നെ ഭാര്യയെ വിളിച്ചുകൊണ്ട് ഉമയ്യ ബിൻ ഖലഫ് കാര്യം പറയാണ്. ഭാര്യയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന് മദീനയിൽ നിന്നും വന്ന എൻ്റെ സുഹൃത്ത് പറഞ്ഞ ആ കാര്യം നീ കേട്ടോ? എന്നിട്ട് ആ വിഷയം പറഞ്ഞ ഉടനെ തന്നെ ഭാര്യ അത് കേട്ട ഉടനെ തന്നെ ഭാര്യ പറഞ്ഞു, ഫവല്ലാഹി മാ യക്ദിബു മുഹമ്മദ്. അള്ളാഹുവാണ്, റസൂലുള്ളാഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും കളവ് പറയാറില്ല. അതായത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുമെന്നുള്ള. സുബ്ഹാനല്ലാഹ്. പിന്നീടുള്ള സംഭവം ഹദീസിൻ്റെ തുടർച്ചയെന്നാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെ ബദറായ സന്ദർഭത്തിൽ ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ വിശദീകരിക്കും. ബദറിൻ്റെ സന്ദർഭത്തിൽ മക്കയിൽ നിന്നും ആ സംഘം പുറപ്പെട്ട സന്ദർഭത്തിൽ അബൂജഹലിൻ്റെ നിർബന്ധം കാരണം ഉമയ്യ ബിൻ ഖലഫ് ആ സംഘത്തിൽ പങ്കെടുക്കാൻ, ആ സംഘത്തിൽ ഇറങ്ങി പുറപ്പെടാനെന്ന സന്ദർഭത്തിൽ ഭാര്യ ഉണർത്തുന്നുണ്ട്, നിങ്ങൾ ഓർക്കുന്നില്ലേ നിങ്ങൾക്ക് അന്ന് തന്ന നിങ്ങളുടെ സുഹൃത്ത് തന്ന താക്കീത്, അതുകൊണ്ട് യുദ്ധത്തിന് പോകണ്ടെന്നെല്ലാം ഭാര്യ പറഞ്ഞു നോക്കിയെങ്കിലും ഉമയ്യ ബിൻ ഖലഫ് ആ ബദറിൽ ആ സംഘത്തോടൊപ്പം വരുന്നു. അവസാനം ബദറിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ചരിത്രം പിന്നീട് നമ്മൾ പറയും. ഇവിടെ നമ്മുടെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ആ തവാഫ് ചെയ്ത സന്ദർഭത്തിൽ അബൂജഹൽ അബുൽ ഹക്കം ലഅനഹുല്ലാഹ് പറഞ്ഞ വാക്കുകളാണ്. അതായത് മുഹമ്മദിനും കൂട്ടർക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം നൽകിയതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ വന്ന് തവാഫ് ചെയ്യാൻ ധൈര്യം വന്നു എന്നുള്ളതാണ്. അതായത് അഭയം നൽകിയ ആളുകൾ മാത്രമല്ല, അഭയം നൽകിയവരെയും ഞങ്ങൾ വെറുതെ വിടില്ല എന്നുള്ള ഈ രൂപത്തിലുള്ള ഒരു പ്രത്യാഘാതം, അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ഒരു പ്രത്യാഘാതം അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അൻസാറുകളായിട്ടുള്ള ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുത്തത്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുക്കുന്നതിലൂടെ ഇതേ രൂപത്തിലുള്ള പ്രത്യാഘാതങ്ങൾ അവർ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് രണ്ടാം അഖബ ഉടമ്പടി നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ആ രണ്ടാം അഖബ ഉടമ്പടിയിൽ അവർ ബൈഅത്ത് നൽകാൻ വേണ്ടി ആ കൈവെക്കുന്നതിന് തൊട്ട് മുമ്പ് അവസാനമായിട്ട് അബ്ബാസ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു അവസാനമായിട്ട് ആ സംഘത്തെ, അല്ലെങ്കിൽ അവിടെ കൂടിയ 70-ൽ പരം വരുന്ന ആളുകളെ അദ്ദേഹം നടത്തിയ ഉണർത്തൽ. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഒരു കരാറ് നിങ്ങൾ നൽകുക വഴി മൊത്തം അറബികളുമായിട്ട് നിങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചുവന്നതും കറുത്തവരുമായിട്ടുള്ള മുഴുവൻ അറബികളായിട്ട് നിങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. നിങ്ങളുടെ സ്വത്തും ജീവനും സമ്പത്തും അതെല്ലാം ഒരുപക്ഷെ ഇത് കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് നന്നായി ചിന്തിച്ചു വേണം നിങ്ങൾ ഈ ബൈഅത്ത് നൽകാനെന്ന് അദ്ദേഹം ഉണർത്തിയിരുന്നു. അവർ അതിനു വേണ്ടി ധൃതി കൂട്ടി അവർ ബൈഅത്ത് നൽകി. പകരം അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം ഓഫർ ചെയ്തതെല്ലാം നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ്. അപ്പോൾ ഏതായിരുന്നാലും അൻസാറുകളായിട്ടുള്ള ആളുകളെയും ഖുറൈശികൾ അവർ നോട്ടമിട്ടിരുന്നു. കാരണം അവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും അവിടെ സംരക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും ഖുറൈശികൾ മക്കയിലുള്ള അൻസാറുകൾക്കൊരു കത്തെഴുതാൻ, നേരത്തെ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യൻ എഴുതി, അത് പരാജയപ്പെട്ട സന്ദർഭത്തിൽ രണ്ടാമത് അൻസാറുകൾക്കൊരു കത്തെഴുതാൻ. ആ കത്തിൽ അവർ പറഞ്ഞു, നിങ്ങളുമായിട്ട് ഇത്രയും കാലം നല്ലൊരു ബന്ധം ഞങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്നു, അതേ രൂപത്തിൽ ആ ബന്ധം തുടരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾപ്പെട്ടൊരു മാന്യനെ നിങ്ങൾ സഹായിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ അദ്ദേഹത്തെ ഏറ്റെടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന് അഭയം നൽകാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്.
ദയവ് ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമാണത്. അതുകൊണ്ട് ഞങ്ങളും അദ്ദേഹവും തമ്മിലുള്ള പ്രശ്നത്തിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇടപെടരുതെന്നെല്ലാം സൂചിപ്പിച്ച് അൻസാറുകൾക്ക് അവരൊരു എഴുത്തെഴുതാണ്. അതുകൊണ്ടൊന്നും യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നത് മുസ്ലിങ്ങൾ ആ മദീനയിലേക്കുള്ള പലായനത്തിന് ശേഷവും ഇതേ രൂപത്തിലുള്ള നിരവധി ഗൂഢപദ്ധതികളായിട്ട് ഖുറൈശികൾ മുസ്ലിങ്ങളുടെ പിന്നാലെ തന്നെയുണ്ട്. അത് കേവലം ചില ഭീഷണി കത്തുകൾ മാത്രമായിരുന്നില്ല. ഖുറൈശികൾ കാര്യമായിട്ടുള്ള ചില നീക്കങ്ങൾ തന്നെ മുസ്ലിങ്ങൾക്കെതിരെ നടത്താൻ ആരംഭിച്ചിരുന്നു. അത് കാരണമാണ് മദീനയിൽ ഹിജറ ചെയ്ത് എത്തിയ ആദ്യ നാളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും മുസ്ലിങ്ങൾ അങ്ങേയറ്റം ഭയപ്പെട്ടിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും റസൂലുള്ള ആവശ്യപ്പെടാതെ തന്നെ രാത്രിയിലുടനീളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ചില സ്വഹാബികൾ, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ റസൂലുള്ളാഹിൻ്റെ ടെൻറ്റിൻ്റെ പുറത്ത് അവർ കാവൽ നിന്നിരുന്നു. റസൂലുള്ള ആവശ്യപ്പെട്ടിരുന്നില്ല. പിന്നീട് റസൂലുള്ള അത് അറിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചതായിട്ടെല്ലാം സ്വഹിയായിട്ടുള്ള ഉദ്ധരണികൾ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റുള്ള അനുയായികൾ സ്വഹാബികൾ മുഴുവൻ അവർ രാത്രി ആയുധങ്ങൾ വെച്ചായിരുന്നു അവർ കിടന്നുറങ്ങിയിരുന്നത്. ചിന്തിച്ചോ, ഇത്രയും കാലം മർദ്ദിച്ചതൊന്നും പോരാഞ്ഞിട്ട് സ്വന്തം നാടും വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് അവർ സ്വസ്ഥമായിട്ടൊരു പുതിയ ഇടത്തിലേക്ക് വന്നിട്ടും അവിടെയും അവർ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള അനുമതി നൽകിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ആദ്യമായിട്ടൊരു ആയത്തിറക്കുന്നത്. ആദ്യമായിട്ട് മുസ്ലിങ്ങൾക്ക് ആ ജിഹാദിനുള്ള അനുമതി, തിരിച്ചടിക്കാനുള്ള അനുമതി നൽകിക്കൊണ്ട് ആദ്യത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജിൽ 39-ാമത്തെ ആയത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയാണ്. അത്രയും കാലം ഖുറൈശികൾക്കെതിരെ പോരാടാൻ അനുമതി ഉണ്ടായിരുന്നില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സന്ദർഭത്തിൽ അതിനുള്ള അനുമതി നൽകുകയാണ്, അതിനുള്ള പെർമിഷൻ നൽകുകയാണ്. ഉദിനല്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു വ ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. അതാണ് ആയത്ത്. അപ്പോൾ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ മർദ്ദിതരായതിനാൽ അല്ലെങ്കിൽ നിങ്ങൾ ആക്രമിക്കപ്പെട്ടതിനാൽ നിങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള പെർമിഷൻ ഈ ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അനുമതി നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട് അവതരിച്ച ആദ്യത്തെ ആയത്ത്. അതെന്നെ ആരംഭിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദിനലില്ലദീന യുഖാതലൂന, അല്ലാഹു സുബ്ഹാനഹു വ തആല പെർമിഷൻ നൽകിയെന്ന് പറഞ്ഞുകൊണ്ടാണ്. അത്രയും കാലം അനുമതി ഉണ്ടായിരുന്നില്ല. ആ മക്കീ കാലഘട്ടത്തുടനീളം ഖുറൈശികൾ നിരന്തരം അക്രമങ്ങളും അതേപോലെ തന്നെ മർദ്ദനങ്ങളും ബഹിഷ്കരണങ്ങളെല്ലാം മുസ്ലിങ്ങൾക്ക് നേരെ അടിച്ചുവിട്ട സന്ദർഭത്തിലും മുസ്ലിങ്ങളെല്ലാം ക്ഷമിക്കുകയായിരുന്നു. തിരിച്ചടിക്കാനുള്ള അനുമതി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്നില്ല. കുഫു ഐദിയക്കും, നിങ്ങളുടെ കൈകളെ നിങ്ങൾ നിയന്ത്രിക്കുക. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലുടനീളം അത് സഹിച്ചു. വീണ്ടും അവർ ഇതേ രൂപത്തിലുള്ള മർദ്ദനങ്ങളും അക്രമങ്ങളെല്ലാം തുടർന്ന സന്ദർഭത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള പെർമിഷൻ, തിരിച്ചടിക്കാനുള്ള പെർമിഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. പെർമിഷൻ ലഭിച്ചെങ്കിലും ഖുറൈശികളുമായിട്ട് ഏറ്റുമുട്ടാൻ മാത്രം വലിയൊരു ശക്തിയായിട്ട് മുസ്ലിങ്ങൾ വളർന്നു വരുന്നേ ഉള്ളൂ. സാമ്പത്തികമായിട്ടെല്ലാം ഹിജറ തൊട്ടുടനെ നമുക്കറിയാം സാമ്പത്തികമായിട്ടെല്ലാം മുസ്ലിങ്ങളുടെ അവസ്ഥ, മുസ്ലിങ്ങൾ സാമ്പത്തികമായിട്ടൊരു അഭിവൃദ്ധി കൈവരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൻ്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായം നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള അള്ളാഹിൻ്റെ ആ സഹായ വാഗ്ദാനം അത് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്. മനോഹരമായിട്ടുള്ളൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്ത സഹായം ഉടനെ തന്നെ നമുക്കറിയാം ഖുറൈശികളുമായിട്ട് ശത്രുക്കളുമായിട്ട് സംഭവിച്ച ആദ്യത്തെ ആ വലിയ ഏറ്റുമുട്ട്, നേർക്ക് നേരെയുള്ള ആദ്യത്തെ ആ ഏറ്റുമുട്ടൽ ബദറിൽ ആ സഹായം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്തു. ഇവിടെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ എന്ന് പറയുന്നു. ബദറിനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ സൂറത്ത് ആൽ ഇംറാന്റെ 123-ാമത്തെ വചനത്തിൽ വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വ അൻതും അദില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ നിങ്ങളെല്ലാ അർത്ഥത്തിലും ദുർബലായിരുന്ന ആ ഒരു സന്ദർഭത്തിൽ നസറക്കുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകിയത്? ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത്? മുഴുവൻ നിരപരാധികളുമായിട്ട് യുദ്ധം ചെയ്യണം എന്നാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നത്? ഒരിക്കലുമല്ല. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. 40-ാമത്തെ ആയത്തിൽ അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ യാതൊരു ന്യായവും കൂടാതെ നിങ്ങളുടെ നാട്ടിൽ നിന്നും അവർ നിങ്ങളെ പുറത്താക്കി. യാതൊരു ന്യായം കൂടാതെ നിങ്ങളെ നാട്ടിൽ നിന്നും പുറത്താക്കി. നിങ്ങൾ ചെയ്ത ഏക തെറ്റ് ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് രക്ഷിതാവ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധനക്ക് അർഹനെന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ മാത്രം നിങ്ങളെ ആ നാട്ടിൽ നിന്നും അവർ പുറത്താക്കി. അവർക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള അനുമതിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നൽകിയത്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് തുടരുകയാണ്, ഇതേ രൂപത്തിൽ ഭൂമിയിൽ അന്യായമായിട്ട് അക്രമം പ്രവർത്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾ അവരെ തീർച്ചയായിട്ടും അമർച്ച ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅ്ദുഹും ബിബഅദ്, മനുഷ്യരിൽ ചില ആളുകളെ മറ്റു ചിലരെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ,
ചില ആളുകളെ മറ്റു ചിലരെ കൊണ്ട് തടഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ലഹുദ്ദിമത് സ്വവാമി, അതായത് ഭൂമിയിലുള്ള ആരാധനാ കേന്ദ്രങ്ങൾ മുഴുവൻ നശിപ്പിക്കപ്പെട്ടേനെ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് ഭൂമിയിലുള്ള സന്യാസി മഠങ്ങളും അതേപോലെ തന്നെ കനീസകൾ, ക്രൈസ്തവ ദേവാലയങ്ങളും അതേപോലെ തന്നെ സ്വലവാത്തുകൾ, അതായത് ജൂത സിനഗോഗുകളും മസാജിദുകൾ, പള്ളികളെല്ലാം തകർക്കപ്പെട്ടേനെ എന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകൾ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചരിത്രത്തിലുടനീളം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ചരിത്രത്തിലുടനീളം ഏതെങ്കിലും ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ വിഭാഗത്തിനോ ജനതക്കോ ഏകാധിപതിക്കോ അല്ലാഹു സുബ്ഹാനഹു വ തആല ശാശ്വതമായിട്ടുള്ള അധികാരം ഒരാൾക്കും ചരിത്രത്തിലുടനീളം നൽകിയിട്ടില്ല. നിരവധി ശക്തികളും അതേപോലെ തന്നെ ഏകാധിപതികളും ആശയങ്ങളെല്ലാം ചരിത്രത്തിൽ വരും. അത് മറ്റുള്ളവർ വരുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിരോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, വളരെ അപകടം പിടിച്ച ഫാസിസം പോലെ അല്ലെങ്കിൽ നാസിസം പോലെയുള്ള ആശയങ്ങൾ, തത്വശാസ്ത്രങ്ങളെല്ലാം ലോകത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ ആ നാസി ആശയങ്ങൾ അത് ലോകത്തുടനീളം പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച സന്ദർഭത്തിൽ ചില ആളുകളിലൂടെ ആ ശ്രമം തടയപ്പെട്ടു. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്ത് നമുക്കറിയാം ജർമ്മനി അദ്ദേഹം അല്ലെങ്കിൽ ഹിറ്റ്ലറിൻ്റെ ആ മുന്നേറ്റം തകർക്കപ്പെടുകയാണ്. അപ്പോൾ ഇത്തരത്തിലില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ലോകത്തിൻ്റെ ഒരു സ്ഥിതി? ലോകത്തുടനീളം ആ നാസി ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടാതെ എത്രത്തോളം വലിയ ദുരന്താകും. അതല്ലെങ്കിൽ ഒരൊറ്റ ജൂതന്മാർ പോലും ലോകത്ത് അവശേഷിക്കുമായിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള അതിഭീകരമായിട്ട് തത്വശാസ്ത്രങ്ങളും ഏകാധിപതികളെല്ലാം അവരുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാനും അല്ലെങ്കിൽ വംശീയ ഉന്മൂലനത്തിനെല്ലാം ശ്രമിച്ച സന്ദർഭത്തിൽ അല്ലെങ്കിൽ അവർ നടത്തിയ ശ്രമങ്ങൾ അത് ഈ ഒരു സന്ദർഭത്തിൽ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ശ്രമങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പല രൂപത്തിലായിട്ട് മറ്റുള്ള ആളുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പ്രതിരോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കും ശാശ്വതമായിട്ടുള്ളൊരു അധികാരം അല്ലെങ്കിൽ നിലനിൽപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല എന്നുള്ള. അപ്പോൾ ഈ രൂപത്തിലുള്ള അനീതികൾക്കെതിരെ ശബ്ദമുയർത്തേണ്ടതുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ ഖുറൈശികളും സമാനമായിട്ട് കാലങ്ങളായിട്ട് അത്തരത്തിലുള്ള അനീതികളും അക്രമങ്ങളും മുസ്ലിങ്ങൾക്കെതിരെ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ അവർക്കെതിരെ ആയുധമെടുക്കാനുള്ള അനുമതി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പെർമിഷൻ നൽകുക വഴി മുസ്ലിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി എന്നുള്ള സൂറത്തുൽ ഹജ്ജിൻ്റെ 39-ാമത്തെ വചനം. ഈ സൂറത്തുൽ ഹജ്ജിൻ്റെ 39-ാമത്തെ വചനമാണ് ജിഹാദിന് അനുമതി നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആദ്യത്തെ വചനം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവ്വലു ആയത്തിൻ നസലത് ഫിൽ ഖിതാൽ, അതായത് യുദ്ധത്തിന് അനുമതി നൽകിക്കൊണ്ട് ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വചനം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സുനൻ തുർമുദിയിൽ കടന്നു വരുന്ന ഹദീസിൽ ഈ ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലഖദ് അലിംതു അന്നഹു സയഖൂനു ഖിതാൽ. ഈ ഒരു വചനം സൂറത്തുൽ ഹജ്ജിൻ്റെ 39-ാമത്തെ വചനം അവതരിച്ച സന്ദർഭത്തിൽ എനിക്ക് മനസ്സിലായി, അതായത് ഈ ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ യുദ്ധം സംഭവിക്കാൻ പോകുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന പ്രസ്താവനയാണ്. ഇവിടെ നമ്മൾ ചേർത്ത് വെക്കേണ്ട മനോഹരമായിട്ടൊരു സൈഡ് പോയിന്റ്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിന് അനുമതി നൽകിക്കൊണ്ട് പെർമിഷൻ നൽകിക്കൊണ്ട് ആദ്യമായിട്ട് നൽകിയ വചനം കടന്നു വരുന്നത് സൂറത്തുൽ ഹജ്ജിലാണ്. അതേ സന്ദർഭത്തിൽ നമ്മൾ സൂറത്തുൽ ബഖറ പരിശോധിച്ചാൽ സൂറത്തുൽ ബഖറ കഴിഞ്ഞ നിരവധി ഭാഗത്തായിട്ട് ആ സൂറത്തുൽ ബഖറയിലുള്ള വിഷയക്രമങ്ങൾ നമ്മൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സൂറത്തുൽ ബഖറ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിലും ഹജ്ജിനോടൊപ്പം കടന്നു വരുന്ന പ്രധാനപ്പെട്ട വിഷയം അവിടെയും ജിഹാദ് നമുക്ക് കാണാൻ സാധിക്കും. കുതിബ അലൈക്കുമുൽ ഖിതാലു വഹുവ കുർഹുൻ ലക്കും. ഇനി നമ്മൾ മൊത്തം പരിശുദ്ധ ഖുർആൻ പരിശോധിക്കുകയാണെങ്കിൽ മൊത്തം പരിശുദ്ധ ഖുർആനിൽ ഹജ്ജിനെ സംബന്ധിച്ച്, ഹജ്ജ് എന്നുള്ള ആ കർമ്മത്തെ സംബന്ധിച്ച് വിശദമായിട്ട് പരാമർശിക്കുന്ന രണ്ട് സ്ഥലം, ഒന്ന് സൂറത്തുൽ ബഖറയും മറ്റൊന്ന് സൂറത്തുൽ ഹജ്ജാണ്. ആ രണ്ട് സൂറത്തിലും ആ വിഷയത്തിൻ്റെ, അതായത് ഹജ്ജിനെ സംബന്ധിച്ച് പറയുന്നതിൻ്റെ തൊട്ടു മുമ്പോ അല്ലെങ്കിൽ ശേഷമോ പ്രധാനമായിട്ട് ആ സൂറത്തിൽ കടന്നു വരുന്ന വിഷയം ജിഹാദായിരിക്കും. ആ ജിഹാദും ഹജ്ജും തമ്മിൽ ചേർത്ത് വരുന്ന ഒരു കോമ്പിനേഷൻ പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടും ചേർത്ത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം മനസ്സിലാകണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സീറയുമായിട്ട് അല്ലെങ്കിൽ ആ കോണ്ടെക്സ്റ്റുമായിട്ട് അതിനെ ചേർത്ത് വെക്കേണ്ടതുണ്ട്. കാരണം ആ ഹിജ്റ ചെയ്ത് എത്തിയ ഉടനെ തന്നെ ഹിജ്റ വർഷം തുടക്കത്തിൽ തന്നെ നമുക്കറിയാം പ്രധാനപ്പെട്ട എല്ലാ ഇബാദത്തുകളും ഹജ്ജൊടികയുള്ള അർക്കാനുകളെല്ലാം ഇബാദത്തുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് നൽകി. ഇനി ഹജ്ജ് മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഹജ്ജ് ചെയ്യണമെങ്കിൽ അവർക്ക് ജിഹാദ് നിർബന്ധമായിരുന്നു. സുബ്ഹാനല്ലാഹ്. കാരണം ആ സ്ഥലം ഖുറൈശികളുടെ കയ്യിലാണ്. ബഹുദൈവാരാധകരായിട്ടുള്ള ഖുറൈശികളുടെ കയ്യിൽ നിന്നും ആ മക്കയെ അവർ മോചിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദൗത്യം എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥാപിച്ച ആ ഭവനത്തെ, അതായത് കഅബാലയത്തെ, ആ കഅബാലയത്തെ യഥാർത്ഥത്തിലുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിലേക്ക് അതിനെ പുനഃസ്ഥാപിക്കുക. അതായിരുന്നു റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദൗത്യം. സൂറത്തുൽ ഫത്ത് നമ്മൾ പരിശോധിച്ചാലും അവിടെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ആവർത്തിക്കുന്നുണ്ട്. അതായിരുന്നു റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മിഷൻ. അതിന് ആ മിഷൻ അത് നടപ്പിലാക്കണമെങ്കിൽ ജിഹാദ് നിർബന്ധമായിരുന്നു. ഹജ്ജിന് അവർക്ക് ജിഹാദ് നിർബന്ധം ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ്
നമുക്കറിയാം ഹിജറ വന്ന ഉടനെ തന്നെ ഖിബല മാറ്റം നമ്മൾ വിശദീകരിച്ച സന്ദർഭത്തിൽ നമ്മൾ സൂചിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിബല മാറ്റുക വഴി 2 മെസ്സേജുകൾ, അതായത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മക്കയിൽ നിന്ന് നിങ്ങൾ പോന്നിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള കേന്ദ്രം അവിടെയാണ്. ആ മുസ്ലിങ്ങളുടെ കേന്ദ്രം ഖിബല മാറ്റുക വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്ക് പ്രതീക്ഷ, അതായത് ആ കേന്ദ്രം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുമെന്നുള്ള മക്ക വിജയത്തെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്ക് നൽകി. അതേ സന്ദർഭത്തിൽ ബഹുദൈവ ആരാധകരായിട്ടുള്ള ആളുകൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മെസ്സേജ്, മുസ്ലിങ്ങൾ എവിടെ നിന്നും പോയിട്ടുണ്ടെങ്കിലും അവർക്ക് അവരുടെ കേന്ദ്രമാണിത്, ആ കേന്ദ്രം അവരുടെ കൈകളിൽ വന്നു ചേരും, അത് തിരിച്ച് പിടിക്കപ്പെടുമെന്നുള്ള ആ ഒരു മെസ്സേജാണ് ഖുറൈശികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിബല മാറ്റത്തിലൂടെ നൽകിയത്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു സന്ദർഭത്തിൽ ആ മിഷനിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യുദ്ധത്തിനുള്ള അനുമതി നൽകി. അപ്പോൾ മൊത്തം സീറ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മൊത്തം സീറയിലുള്ള ജിഹാദിൻ്റെ ഘട്ടങ്ങളെ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാൻ സാധിക്കും. അതായത് നമ്മൾ ആ സീറയിലെ ആ ജിഹാദിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ വരാൻ പോകുന്ന ആ യുദ്ധത്തിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ സൂചിപ്പിക്കുകയാണ്. മൊത്തം സീറയിൽ ആ ജിഹാദിൻ്റെ ഘട്ടങ്ങളെ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാൻ സാധിക്കും. ഒന്നാമത്തെ ഘട്ടം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും പിന്നിട്ട ആ മക്കി കാലഘട്ടമാണ്. അതായത് സായുധമായിട്ടുള്ള എല്ലാ ജിഹാദുകളും വിലക്കിയ കാലഘട്ടം, അതാണ് ജിഹാദിൻ്റെ ഒന്നാമത്തെ ഘട്ടം. അതായത് അവിടെ ആ മക്കി കാലഘട്ടത്തിൽ 10-13 വർഷം നഫ്സ് കൊണ്ടുള്ള ജിഹാദ്, അതാണ് ഏറ്റവും കഠിനമായിട്ടുള്ള ജിഹാദ്. പലപ്പോഴും ജിഹാദിനെ സംബന്ധിച്ച് പറയുന്ന സന്ദർഭത്തിൽ നിരവധി തെറ്റിദ്ധാരണകൾ ഈ വിഷയത്തിലുള്ളത് കാരണം ജിഹാദ് എന്ന് പറയുമ്പോഴേക്കും വാളും പരിചയവും തോക്കുവാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാലം നീണ്ടുനിന്ന ജിഹാദ് എന്നുള്ളത് ആ മക്കി കാലഘട്ടത്തിലുള്ള ജിഹാദ്, നഫ്സ് കൊണ്ടുള്ള ജിഹാദ്, അതാണ് ഏറ്റവും കഠിനമായിട്ടുള്ള ജിഹാദ്. റസൂലുള്ളാഹിൻ്റെ സീറയിലും ഏറ്റവും കഠിനമായിട്ടുള്ള കാലഘട്ടം ആ മക്കി കാലഘട്ടമാണ്. അവിടെ പ്രധാനമായിട്ടും അവരുടെ ആയുധം തോക്കും വാളുമല്ല, മറിച്ച് ക്ഷമയും സഹനവും ആയുധമാക്കിക്കൊണ്ടാണ് അവർ പോരാടിയത്. അതാണ് സീറയിൽ ഏറ്റവും വലിയ കാലഘട്ടമായിട്ട് കടന്നു വരുന്നത്. അതാണ് ആ ജിഹാദിൻ്റെ ഒന്നാമത്തെ ഘട്ടം, അതായത് സായുധമായിട്ടുള്ള എല്ലാ ജിഹാദും വിലക്കിയ ഘട്ടം, അതാണ് ഒന്നാമത്തെ ഘട്ടം. പല സന്ദർഭത്തിലും ശത്രുക്കൾ നിരവധി ആക്രമണങ്ങളും അതേപോലെ തന്നെ ഉപദ്രവങ്ങളെല്ലാം അടിച്ചുവിട്ട സന്ദർഭത്തിലും തിരിച്ചടിക്കാനുള്ള അനുമതി മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിൻ, നേരത്തെ ഞാൻ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അല്ലാഹുവിൽ ഭരമേൽപ്പിച്ച്, ഇന്നമാ അലൈക്കൽ ബലാ വ അലൈനൽ ഹിസാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്ഷമിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതാണ് ഒന്നാമതായിട്ട് കടന്നു വരുന്ന ഘട്ടം. ഇനി ജിഹാദിൻ്റെ രണ്ടാമത്തെ ഘട്ടമായിട്ട് കടന്നു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പെർമിഷൻ നൽകി, അനുമതി നൽകി, പക്ഷേ അത് നിർബന്ധമായിരുന്നില്ല. അതാണിപ്പോൾ നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഹിജറ ചെയ്ത് എത്തിയ ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള പെർമിഷൻ നൽകി. ഉദനില്ലദീന യുഖാതലൂന ബി അന്നഹും ദുലിമു, സൂറത്തുൽ ഹജ്ജിലുള്ള ആയത്ത് നമ്മൾ പറഞ്ഞു. മറ്റൊരു കാര്യം, സൂറത്തുൽ ഹജ്ജ് അത് മക്കി മദനി സൂറത്താണ്. ചില ആയത്തുകൾ അത് മക്കയിൽ വെച്ചും മറ്റു ചില ആയത്തുകൾ മദീനൻ കാലഘട്ടത്തിൻ്റെ തുടക്കത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അപ്പോൾ അനുമതി നൽകിക്കൊണ്ടുള്ള ആയത്ത് അത് അവതരിപ്പിക്കുന്നത് ഹിജറ 1-ാം വർഷം ദുൽഹജ്ജ് മാസത്തിലാണ് അത്തരത്തിലുള്ള ആയത്തുകളെല്ലാം കടന്നു വരുന്നത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകി, പക്ഷേ അത് നിർബന്ധം ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെയും നിർബന്ധിച്ചിരുന്നില്ല, അവർക്കൊരു ചോയ്സ് നൽകിയിരുന്നു. അത് വളരെ കുറച്ച് കാലം, മദനി കാലഘട്ടത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഒരല്പകാലം ആ രൂപത്തിലായിരുന്നു. പിന്നീട് മൂന്നാമതായിട്ട് കടന്നു വരുന്ന ഘട്ടം, ആ ഘട്ടത്തിൽ യുദ്ധം നിർബന്ധമാക്കപ്പെട്ടു. നേരത്തെ ഓപ്ഷനിലായിരുന്നു, പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ നിർബന്ധമായിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ആരോടാണ് മുസ്ലിങ്ങൾ യുദ്ധം ചെയ്തത്? പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കുക, ഈ ഒരു സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ യുദ്ധം ചെയ്തത് ഖുറൈശികളോട് മാത്രമായിരുന്നു യുദ്ധം. കാരണം അതിനുള്ള കാരണം ഞാൻ നേരത്തെ ഇത്രയും നേരം നമ്മൾ വിശദീകരിച്ചു. ഖുറൈശികളോടും പിന്നീട് അവരോട് ഐക്യപ്പെട്ട് മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണത്തിന് വരുന്ന ബഹുദൈവാരാധകരായിട്ടുള്ള ആളുകൾ, പിന്നീട് ചില ആളുകൾ ഖുറൈശികളോടൊപ്പം ചേരുന്നുണ്ട്. അഹ്സാബ് യുദ്ധത്തിൽ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ മുസ്ലിങ്ങളെ വഞ്ചിക്കാനും ഖുറൈശികളോടൊപ്പം ചേർന്നും അല്ലാതെയും മുസ്ലിങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി നിരന്തരം ശ്രമിച്ച അഹ്ല കിതാബിൽപ്പെട്ട ജൂതന്മാരോടും പിന്നീട് മുസ്ലിങ്ങൾ യുദ്ധം ചെയ്തു. അതാണ് മൂന്നാമത്തെ ഘട്ടമായിട്ട് കടന്നു വരുന്നത്. ആ സന്ദർഭത്തിലാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി വചനങ്ങൾ പരിശുദ്ധ ഖുർആനിൽ, ഇപ്പോൾ സൂറത്തുൽ ബഖറ 190-ാമത്തെ വചനത്തിൽ വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങളോട് യുദ്ധം ചെയ്ത ആളുകൾക്കെതിരെ നിങ്ങൾ തിരിച്ച് യുദ്ധം ചെയ്യുക. അത്തരത്തിലുള്ള ആയത്തുകൾ, കുത്തിബ അലൈക്കുമുൽ ഖിതാലു വഹുവ കുർഹുൻ ലക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഇത്തരത്തിലുള്ള വചനങ്ങളെല്ലാം യുദ്ധം നിർബന്ധമാക്കിയ സന്ദർഭത്തിലും യുദ്ധസന്ദർഭത്തിലെല്ലാം അവതരിക്കപ്പെട്ടതാണ്. വഖ്തുലൂഹും ഹൈത്ത് സഖിഫ്തുമൂഹും, ഇതേ രൂപത്തിലുള്ള വചനങ്ങൾ പല സന്ദർഭത്തിലും അത്തരത്തിലുള്ള വചനങ്ങളെല്ലാം ആ സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്ത് വിമർശകരായിട്ടുള്ള ആളുകൾ പല രൂപത്തിലായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള വചനങ്ങളെല്ലാം പരിശുദ്ധ ഖുർആനിൽ കടന്നു വരുന്നത്.
നാലാമതായിട്ട് അവസാനമായിട്ട് കടന്നു വരുന്ന ഘട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയ സന്ദർഭത്തിൽ, ആ മക്ക മോചിപ്പിക്കപ്പെട്ട ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ആ കോണ്ടെക്സ്റ്റ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ അറേബ്യയിലുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികൾക്കെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസ് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഉമിർതു അൻ ഉഖാതില നാസ ഹത്താ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യത്തിലുണ്ടായ കൽപ്പനയാണ്. അത് മക്ക വിജയവുമായിട്ട് ചേർത്ത് അത് വിശദീകരിക്കേണ്ടതാണ്. ഈ ഓരോ ഘട്ടങ്ങളെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ വിശദമായിട്ട് പരാമർശിക്കുന്നതാണ്. അപ്പോൾ ഈ 4 ഘട്ടങ്ങളാണ് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട് മൊത്തം സീറയിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ നിലകൊള്ളുന്നത് അതിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിനുള്ള അനുമതി നൽകിയത്. ഉദിനല്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു. അപ്പോൾ ഈ അനുമതി ലഭിച്ച ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികൾക്കെതിരെ ചില നീക്കങ്ങൾ ആരംഭിക്കുകയാണ്. കാരണം നേരത്തെ തന്നെ ഖുറൈശികൾ പല രൂപത്തിലായിട്ട് പല പദ്ധതികൾ അവിടെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി ഭീഷണി കത്തുകളെല്ലാം അവർ എഴുതിയിട്ടുണ്ട്. അവർ ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ, നമ്മൾ പറയാറുണ്ട് ബെസ്റ്റ് ഡിഫൻസ് ഈസ് ഒഫൻസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികൾക്കെതിരെ ചില പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടത്തുകയാണ്. ഏതായിരുന്നു ആ നീക്കങ്ങൾ? അതിലേക്കുള്ള ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ചുവടുവെപ്പുകൾ ഇൻഷാ അല്ലാഹ് വളരെ വിശദമായിട്ട് അടുത്ത ഭാഗത്ത് നമ്മൾ വിശദീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജീവിതം അത് ആഴത്തിൽ പഠിക്കാനും അത് കഴിയുന്നത്ര ജീവിതത്തിൽ പകർത്താനും നാളെ മരണാന്തര ജീവിതത്തിൽ അവരോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളോടൊപ്പം സ്വർഗ്ഗലോകത്ത് ഒരുമിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.